യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ യോഹന്നാനും പത്രോസും യാക്കോബും എല്ലാം അത്ഭുതങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ശുശ്രൂഷകൾ ചെയ്തു വന്നത്. അവർ വചനം പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നതും ഭൂതങ്ങൾ വിട്ടുപോകുന്നതും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അകമ്പടി അവരുടെ ശുശ്രൂഷകളിൽ ഉണ്ടായിരുന്നു. ഇതേ അനുഭവങ്ങളിലൂടെ സുവിശേഷ രംഗത്തെ വ്യത്യസ്തതകൾ പുലർത്തി മുൻപോട്ട് പോകുന്ന ഒരു ദൈവഭക്തനാണ് പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ്. സിയോൻ ഫയർ മിനിസ്ട്രിയുടെ സ്ഥാപക ചെയർമാൻ കൂടിയായിരിക്കുന്ന ഈ കർത്തുദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കാം. ശുശ്രൂഷയിലേക്ക് താങ്കൾ വരാൻ ഉണ്ടായ സാഹചര്യങ്ങൾ ഒന്ന് വിവരിക്കാമോ? ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്നു. പരിശുദ്ധാത്മാവ് ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അഭിഷേകം പ്രാപിച്ചിരുന്നു. പിന്നത്തേതിൽ ഞാൻ അവിടെ നിന്ന് വേറിട്ട് വന്നു. ബൈബിൾ കോളേജ് പഠിച്ചിരുന്നു, BTC പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയിൽ ആരംഭിച്ചു. പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച് വരുന്ന സമയത്ത് മുന്നേ ദർശനം വെളിപ്പാട് എനിക്ക് ലഭിച്ചിരുന്നു. പിന്നെ ഞാൻ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ. അപ്പം എനിക്ക് മനസ്സിന് താല്പര്യം ചുമ്മാ വെറും വചനം പറഞ്ഞു പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. യേശു ക്രിസ്തു ഓൾറെഡി നേരത്തെ ദൈവം തന്നെ മോശയോട് പറഞ്ഞിരുന്നു, നീ അത്ഭുതവും അടയാളവും ചെയ്യുന്നില്ലെങ്കിൽ ആരും നിന്നെ വിശ്വസിക്കുകയില്ല, അല്ലെങ്കിൽ ഫറവോൻ വിശ്വസിക്കുകയില്ല. അത് എനിക്ക് മനസ്സിലായി. ഈ കാലഘട്ടത്തിലും അത്ഭുതവും അടയാളവും ചെയ്യാതെ ആരും വിശ്വാസത്തിൽ വരികയില്ല. വചനം കേട്ട് എവിടെ കേട്ടാലും വചനം, യൂട്യൂബിലെല്ലാം വചനം, മിറക്കിൾ ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. അങ്ങനെ ഞാൻ കണ്ടെത്തി രാത്രി 11 മണിക്കും 3 മണിക്ക് ഇടയ്ക്കുള്ള പ്രാർത്ഥന. അങ്ങനെ ഞാൻ 34 വർഷം പ്രാർത്ഥിച്ച് കൃപാവരങ്ങൾ നേടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു പാസ്റ്റേഴ്സെ കണ്ടോ ഒരു സഭയെ കോപ്പി അടിച്ച് ഞാൻ കർത്താവിൻ്റെ പേര് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥിച്ച് പ്രാപിച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ആൾക്കാർ കുറവാണ്. അതേ സമയത്ത് എല്ലാവരും അനോയിൻറ്റിംഗ് ആണ്, അഭിഷേകമുള്ളവരാണ്, ദർശനമുള്ളവരാണ്. ദൂരെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതൽ പുറം അറിയാൻ ഞങ്ങൾ പരിശ്രമം ഒന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ ശക്തി പ്രാപിക്കുന്നു, കൃപയിൽ വരുന്നു, വളരുന്നു. ഇങ്ങനെ ഒരു വ്യത്യസ്ത അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നാം വായിക്കുന്നു. അപ്പോൾ ദേവദാസൻ സൂചിപ്പിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലാതെ തന്നെ എത്രയോ ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. നല്ല കാര്യം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടെയുള്ള ശുശ്രൂഷ വളരെ അനുഗ്രഹകരമാണ്. അങ്ങയുടെ ശുശ്രൂഷയിൽ എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും സഭ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം പത്തനംതിട്ടയിൽ അനുഗ്രഹീതമായൊരു കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്ത് അനുഗ്രഹീതമായ കൂട്ടായ്മയുണ്ട്. തമിഴ്നാട്ടിലും അനുഗ്രഹീതമായ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ തുടങ്ങാനുണ്ടായ പ്രചോദനം ഒന്ന് വർണ്ണിക്കാവോ? കൂട്ടായ്മ തുടങ്ങാൻ എനിക്ക് പരിശുദ്ധാത്മ പറഞ്ഞത് ഡിസ്ട്രിക്റ്റിൽ ഒരു ചർച്ചാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം പത്തനംതിട്ടയിൽ തുടങ്ങി, രണ്ടാമത് കുലശേഖരത്ത് തുടങ്ങി, കുലശേഖരം തിരുവനന്തപുരം കുലശേഖരം തുടങ്ങി, മൂന്നാമത് കോട്ടയം തുടങ്ങി, ഇപ്പോൾ നാലാമത് ഞങ്ങൾ UK കേംബ്രിഡ്ജിലും തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇത് തുടങ്ങാനുള്ള കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സഭ ഇവിടെ നിന്ന് ദൂരെ നാൾ വരുന്നത് കൊണ്ട് അവരെല്ലാം പറയും ഞങ്ങൾക്ക് ഇത്ര ദൂരെ വരാൻ പ്രയാസമുണ്ട്. അപ്പം ഞങ്ങൾ ഒരു 50 പേര് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കൂട്ടായ്മ വയ്ക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചിന്തിച്ച കോട്ടയത്തും കുലശേഖരത്തും ഇങ്ങനെ ഇതുവരെ ആയിട്ടുള്ളത്. ഈ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനേക്കാൾ നമ്മുടെ കൂടെ കൂടുന്നവരെ നിത്യ ജീവനിലേക്ക് കൊണ്ട് എത്തിക്കുന്നതാണ് എൻ്റെ ദർശനം. ഈ കുലശേഖരത്തെ കൂട്ടായ്മയിൽ വലിയ ആൾക്കൂട്ടമാണെന്ന് കേട്ടു. എന്തുമാത്രം ആളുകളോട്? അവിടെ ഒരു 500 പേര് മേൽ കൂടുന്നുണ്ട് ഇപ്പോൾ കുലശേഖരത്തിൽ. വളരെ അത്ഭുതകരമായ ശുശ്രൂഷയിൽ മുന്നേറുന്നു. അങ്ങയുടെ ശുശ്രൂഷകളിൽ ദൃശ്യമായ അടയാളങ്ങൾ അപ്പോൾ തന്നെ
കർത്താവ് രോഗികളെ തൊടുന്നതും സൗഖ്യമാക്കുന്നതും നേരിൽ കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായ അത്ഭുതകരമായ പല സൗഖ്യങ്ങൾ നടന്നതിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന 1-2 അനുഭവങ്ങൾ ഒന്ന് പങ്കിടാവോ? എന്നെ വളരെ ചിന്തിപ്പിച്ച ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരു 80-ലധികം പേരെ എനിക്ക് വെന്റിലേറ്റർ പ്ലസ് ICU പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ പ്രാർത്ഥിക്കും ചോദിച്ചാൽ, ഞാൻ ഒത്തിരി പേര് വിളിക്കുമ്പോഴല്ല സാധാരണമായിട്ട് വിളിച്ച് ചുമ്മാ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാ എനിക്ക് പറഞ്ഞു തന്നു, ലങ്സിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങാൻ പ്രാർത്ഥിക്കാൻ. ലങ്സിലേക്ക് കഫം കയറിയല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഒത്തിരി പേരെ പുറത്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ട് അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. ഇതുപോലെ ഹാർട്ട് പേഷ്യൻറ്റ്, അവർക്കെല്ലാം ക്വിക്കായിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, സൗഖ്യം വരുത്താൻ പറ്റും. പിന്നെ ഡിപ്രഷൻ, അങ്ങനെയുള്ള കേസ്, ഞങ്ങൾ കൂടുതൽ ഡിപ്രഷൻ കേസ് ആൾക്കാരെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒത്തിരി സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു 2-3 പേര് സൗഖ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര മാറ്റം ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ടച്ച് ചെയ്ത ഭാഗം. ശരിക്കും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇല്ല, ചോദിക്കും. ഈ അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ചിലപ്പോൾ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ കൈ ഉയർത്തുമ്പോൾ ആളുകൾ വീഴാറുണ്ട്. അതെ. അതിൻ്റെ രഹസ്യം എന്താണ്? അത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഫയർ അനോണ്ടിങ്, അഗ്നി അഭിഷേകം. ഞാൻ മാത്രമല്ല, ഒത്തിരി ദൈവാസമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനുള്ള കാരണം എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ് കാരണം. അല്ല, അങ്ങനെ ബൈബിളിൽ അങ്ങനെ ഈ ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ ആളുകൾ വീഴുന്നതിനെക്കുറിച്ച് എവിടെയും എഴുതിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടില്ല. അതേ സമയത്തിൽ അവൻ തിരുവെഴുത്തുകളിൽ സംസാരിക്കുകയിൽ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നുള്ള വചനം ഞാൻ വായിച്ചിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ യമസിലേക്ക് പോകുന്ന വഴിയിലേക്ക് അവർ സംസാരിച്ച് പോയപ്പോൾ, അവരെ കർത്താവ് അവരുടെ അത്താഴം കഴിക്കാൻ പോയ സമയത്തിൽ അവിടെ ഉണ്ടായ അനുഭവം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത് അവർ തന്നെ പറഞ്ഞല്ലോ, അവൻ നമ്മളോട് സംസാരിക്കുക നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ. ആ കത്തൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, നാം ഒരാളെന്നൊരു കൈ ചൂണ്ടുകയാണെങ്കിൽ തീർച്ചയായും ശക്തി പുറപ്പെട്ടു പോകും. ഈ ഫയർ എന്ന് ചില സമയത്ത് പറയുമ്പോൾ അത് എങ്ങനെയുള്ള ഫയർ എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്? ഫയർ വചനമുണ്ടല്ലോ, ആവർത്തന പുസ്തകം 9:3 പറയുന്നില്ലേ, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു നീ അറിഞ്ഞുകൊള്ളു. ദൈവം അഗ്നിയല്ലേ. ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഞാൻ കേട്ട നാദം അല്ലെങ്കിൽ സ്വരം എന്തായെന്ന് കാണുക. ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാർവകത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളൂർ സദൃശമായ കാലുള്ളവൻ. യേശു അഗ്നിയല്ലേ. ദൈവം അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ടാണല്ലോ ഈ പാട്ടിൽ പറയുന്നത്, അതെ, അഗ്നിമയന്മാരാരെ നോക്കി വിറച്ചിടുന്നു, അതെ, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. അങ്ങനെ മലങ്കര കത്തോലിക്ക പാടിയിട്ടുണ്ടല്ലോ. അപ്പം ദൈവം അഗ്നിയാണ്. അപ്പം അഗ്നിയായ ദൈവം വിശുദ്ധ കന്യാമറിയാമിൽ ലൂടെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് വീണ്ടും വരും. ഇപ്പോഴത്തെ ലോക സംഭവങ്ങളെക്കുറിച്ച് എന്താണ് ദേവദാസിന് പറയാനുള്ളത്? അത് യേശുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ഒരുക്കങ്ങൾ തന്നെയായിരുന്നു. ഈ ശരിക്കും താങ്കളുടെ ശുശ്രൂഷയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം തന്നെയാണ് കാരണം. അതെങ്ങനെയാണ് ഈ ഭൂതങ്ങൾ ഒരാളിൽ പ്രവേശിക്കുന്നത്, ബിബ്ലിക്കലായത് എങ്ങനെയാണ് അത് വിട്ടുപോകുന്നത്? ബൈബിളിൽ അങ്ങനെ പറ്റി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ? ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബന്ധം ചവിട്ടുവാൻ ഞാൻ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അത് നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ തരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. അത് ഇങ്ങനെ വരുത്തും. പരിശുദ്ധാത്മാവ് ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്, എങ്ങനെ എന്നെ തൊടാൻ പറ്റും? അതിന് തൊടാൻ പറ്റുകയില്ല. ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഭൂതങ്ങൾക്ക് ശരീരമില്ലെന്ന്. അതെ.
അപ്പോൾ ശരീരമില്ലാത്ത ഒന്നാണ്. പിശാചുക്കളുടെ കൂട്ടത്തിൽ ഒരു വേറിട്ട ശബ്ദമാണല്ലോ ഭൂതം. അതെ. അപ്പോൾ ഇതിന് ശരീരമില്ല. ഇതപ്പോൾ ഏതെങ്കിലും ശരീരത്തിൽ പ്രവേശിക്കും. അതെ. അങ്ങനെ അതെ, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത എല്ലാ ശരീരത്തിലും പ്രവേശിക്കാൻ അതിന് അധികാരമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളവരകത്ത് മാത്രമേ അത് കയറാൻ പറ്റുക. അപ്പോൾ ത്രിയേക ദൈവം ഹൃദയത്തിൽ വസിക്കാത്തവർ, യേശു ഉള്ളിൽ ഇല്ലാത്തവരുടെ ഒക്കെ ഉള്ളിൽ 100% ഭൂതത്തിന് കയറാനുള്ള അവസരമുണ്ട്. ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭൂതം കയറിയിട്ട് പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടല്ലോ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഭൂത ശക്തികളെ, ഭൂതം ബാധിച്ച ഒരു ലഗിയോൻ ബാധിച്ച വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്ന രംഗവും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഭൂതം പന്നികളിലേക്ക് പോവുകയും അത് കൂട്ടത്തോടെ അല്ലേ കടും തൂക്കം കടലിലേക്ക് വീണ് ചത്തുപോയെന്നൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് ദൃശ്യമായി എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട്. അതെന്താണ്? ഒന്ന് വിവരിക്കുക അനുഭവം. അത് കാരണം അവരോ അല്ലെങ്കിൽ അവരെ കൂടെ വരുന്നവരെ ഏറ്റു പറയും, ഇന്ന് മുതൽ യേശു ക്രിസ്തു സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുന്നു, യേശുവിൽ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു, ഞങ്ങൾ ഇനി ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഇങ്ങനെ അവർ തീരുമാനം എടുക്കുമ്പോൾ ദൈവദാസന്മാർക്ക് അധികാരമുണ്ട് തലയിച്ച് പ്രാർത്ഥിക്കാൻ. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് തെറിച്ച് തന്നെ പിക്കും. അത്ഭുതകരമായിട്ട് വിടുതൽ. 100%. ഈ പല സന്ദർഭങ്ങളിലും പല വിടുതലില്ലാത്ത കഠിനമായ രോഗികൾ ഞാൻ എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഓൺ ദ സ്പോട്ടിൽ രോഗവിവരം താങ്കൾ പറയുകയും ആ രോഗം ഉണ്ടെന്ന് അവർ സമ്മതിക്കുകയും അവർ സൗഖ്യമാവുകയും ചെയ്യുന്നത് ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടിട്ടുണ്ട്. അതിൽ ചില മധുരിപ്പിക്കുന്ന ഓർമ്മകൾ ഒന്ന് പങ്കിടാമോ? അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു പറഞ്ഞാൽ നല്ല. എനിക്കത് കറക്റ്റാണ് പറയാനുള്ളത്. ഞാൻ യേശു ക്രിസ്തുവോട് 34 വർഷം മിഡ് നൈറ്റിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വാങ്ങിയ ആ കൃപാവരം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അനേകരെ സമാധാനപ്പെടുത്തുവാൻ ദൈവം എന്നെ സഹായിച്ചല്ലോ എന്നുള്ള ഒരു ആനന്ദ കണ്ണുനീരോട് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ ഇതിനെക്കാട്ടിലും ഇനി എന്ത് സന്തോഷമാണ് ഭൂമിയിലുള്ളത്? ഈ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് താങ്കളെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ രാത്രി 2 മണിക്ക് വിളിച്ചാലും താങ്കളെ ഒന്നും എതിർത്ത് പറയത്തില്ല, പ്രാർത്ഥിക്കും. രാത്രി 1 മണിക്ക് വിളിച്ചാലും താങ്കൾ പ്രാർത്ഥിക്കും. 3 മണിക്ക് വിളിച്ചാലും രാത്രി അന്നേരം ഫോൺ എടുത്ത് പ്രാർത്ഥിക്കും. ആരോടും സാധാരണ വലിയ ഉന്നതരായ പാസ്റ്റർമാർ, വലിയ സഭാ നേതാക്കന്മാരൊക്കെ അവരെ 10 മണി കഴിഞ്ഞ് വിളിച്ചാൽ അവർ കോപിക്കും, ദേഷ്യപ്പെടും. കാരണം അങ്ങനെ വിളിച്ച ആളുകളെ തർജ്ജനം ചെയ്യും. അങ്ങനെയാണ് പൊതുവേ ഞാൻ കാണാറുള്ളത്. എന്നാൽ താങ്കൾ ഏത് സമയത്ത് വിളിച്ചാലും ഒരു സങ്കടപ്പെടുന്ന ഒരാളിന് വേണ്ടി എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു ഡോക്ടറെ പോലെ ഇരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? രഹസ്യം, ഞാനൊരു 20 വർഷത്തിന് മുന്നാലെ ഒരു ദിവസം ഇതുപോലെ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഒരു 3 പ്രാവശ്യം അറ്റാക്ക് വന്ന ഒരു അങ്കിൾ തണ്ണിത്തോട്ടിനടുത്ത് നിന്ന് അവരെന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ മൊബൈൽ ഓഫായിരുന്നു. അപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് മൊബൈൽ ഓൺ ചെയ്യാൻ എന്നെ ചിന്തിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മൊബൈൽ ഓൺ ചെയ്തു. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ആൻറ്റി എന്നെ വിളിക്കുന്നു, മോനെ എന്തിനാ മൊബൈൽ ഓഫ് ചെയ്തിരുന്നു? ഇവിടുത്തെ പപ്പ മരണത്തോട് മല്ലടിക്കുക, മക്കളും ഇവിടെ ഇല്ല, ഭയങ്കര മഴയത്ത, എന്ത് ചെയ്യുന്ന അറിയത്തില്ല എന്ന് അവർ കരഞ്ഞു പിടിച്ച കണ്ടപ്പോൾ എൻ്റെ ഒരു അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്പനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അദ്ദേഹം സൗഖ്യം വന്നിരുന്നു. 3 വർഷം അവിടെ ജീവിച്ച് ആളുകൾ മരിച്ചുപോയി. അതിൻ്റെ പിന്നാലെ ഞാൻ ഈ മൊബൈൽ ഓഫ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഏത് രാത്രി ആര് വിളിച്ചാലും പ്രാർത്ഥിക്കാം. ശരിക്കും താങ്കളൊരു നല്ല ആത്മാവിൻ്റെ ഡോക്ടറല്ലേ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. പല്ലിൻ്റെ ഡോക്ടറുണ്ട്, കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ചെവിയുടെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ത്വക്കിൻ്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല്ലിൻ്റെ ഡോക്ടറുണ്ട്, അങ്ങനെ ഒത്തിരി ഡോക്ടറുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ഡോക്ടർ എന്ന് പറയുന്നതാണ് ഒരു ദൈവദാസൻ. ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന, സർവ്വലോകത്തെക്കാട്ടും വിലയുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആ ദൈവദാസൻ വാസ്തവത്തിൽ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ മധ്യസ്ഥത അണയ്ക്കുന്ന ആ മനോഭാവം നിലനിർത്തുന്നത് ആശ്വാസകരമായ അനുഭവമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സജീവരാണ്. ആര് വിളിച്ചാലും ആർക്കും വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണ്. ഈ ശുശ്രൂഷയിലേക്ക്
ഇറങ്ങാനുണ്ടായ ആ ദൈവ നിയോഗം എന്തായിരുന്നു? നിയോഗം, എൻ്റെ ചെറുപ്പത്തിലെ പപ്പ മരിച്ചുപോയി. 4 പെങ്ങളുണ്ട്, ഒരു അനിയനുണ്ട്. ഒരുപാട് സ്ട്രഗിൾ വീട്ടിൽ സംഭവിച്ചു. വസ്തുവൊക്കെ നഷ്ടപ്പെട്ടു. ബിസിനസ്സിൽ 1.25 കോടി 28. ജീവിതത്തിൽ ഒത്തിരി തോൽവികൾ കണ്ടതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സുഖമില്ല എന്ന് കണ്ടെത്തി. ആ സമയത്താണ് എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് ലഭിച്ച പിന്നെ മനസ്സിന് ധൈര്യം വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് സ്നേഹമല്ലേ, വിട്ടുവീഴ്ചയല്ലേ, സമാധാനമല്ലേ. അപ്പോൾ അത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാനുള്ള ഒരു ആഴമേറിയ അനുഭവം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അനുഭവം മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ആ അനുഭവത്തിലേക്ക് വരാനുള്ള കാരണം. ആത്മാഭിഷേകത്തെക്കുറിച്ച് ദേവദാസന് ലഭിച്ച വെളിപ്പാടെന്താണ്? ആത്മാഭിഷേകം എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നതുകൊണ്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് എനിക്കുള്ള അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഈ അവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ കൃപാപരങ്ങളെക്കുറിച്ചും എനിക്ക് അറിയത്തില്ലായിരുന്നു. വചനം വായിക്കും, പ്രാർത്ഥിക്കും, ഇങ്ങനെ പോകുന്നല്ല അറിയത്തില്ല. പക്ഷേ മിഡ് നൈറ്റ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് കരുണ ചെയ്യും. അവൻ എനിക്ക് ഒത്തിരി കൃപാവരം തന്നിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉയർച്ചയ്ക്കോ അങ്ങനെയൊന്നുമല്ല, വലിയവനെന്ന് പറയാൻ വേണ്ടിയല്ല. വളരെ താഴ്മയോടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ വേല വിനയത്തോട് ചെയ്യാൻ ഇപ്പോൾ താല്പര്യം. താങ്കളുടെ കുടുംബം, താങ്കളുടെ ഭാര്യ ഷേർലി അല്ലേ? മേഴ്സി ശുശ്രൂഷയിൽ വളരെ താങ്ങും തണലുമാണല്ലോ. നല്ലൊരു ടെലിവിഷൻ പ്രഭാഷകയാണ്, നല്ലൊരു കൃപാവര ശുശ്രൂഷയുള്ള ആളാണ്. മേഴ്സിയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശുശ്രൂഷയിൽ എന്തുമാത്രം? മേഴ്സി കറക്റ്റ് ഒരു പ്രവാചകയാണ്. എൻ്റെ വിവാഹത്തിന് മുൻപ് തന്നെ അവൾ പ്രവചിക്കുന്ന ആളായിരുന്നു. നല്ലപോലെ വചനം പറയും എന്നേക്കാൾ, നല്ലപോലെ പാട്ട് പാടും എന്നേക്കാൾ. അങ്ങനെ ഒരു വ്യത്യസ്ത അനുഭവം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നെ ദർശനം കണ്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ദർശനത്തിൽ അവൾ എന്നെ ദർശനം കണ്ടിരുന്നു. അങ്ങനെ ഞാനും അങ്ങനെ പെൺകുട്ടി അവൾ കാണാൻ പോയി. അപ്പോൾ അതിൽ കൂടെ പരിശുദ്ധാത്മാ ഇടപെട്ടാണ് ഞങ്ങൾ മാരേജ് പോയത്. ശരിക്കും അങ്ങയുടെ മോളും ശുശ്രൂഷയിൽ താങ്ങാണ്. അങ്ങയുടെ കുഞ്ഞ് അവൻ നല്ല മിടുക്കനാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അവൻ നല്ല ഓർഗനൊക്കെ വായിച്ച് ആരാധനയിൽ സഹായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ മോളിപ്പോൾ +2 കഴിഞ്ഞതേ ഉള്ളൂ. 17 വയസ്സുണ്ടായിരുന്നു മോൾക്ക്. മോള് നല്ലപോലെ പ്രവചിക്കും. മാത്രമല്ല ഇന്നർ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അവൾ ചെയ്യുന്ന ഏറ്റവും ഇന്നർ ഹീലിംഗ് ആണ്. ഒരു ആന്തരിക സൗഖ്യം നല്ലപോലെ ചെയ്യുന്നുണ്ട്. എന്നെക്കാൾ ചെയ്യുന്നുണ്ട്. രോഗസൗഖ്യം ചെയ്യുന്നുണ്ട്. അവിടെ പ്രാർത്ഥനയിൽ ഭൂതങ്ങൾ അലറി ഓടുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ട് പറയാൻ പോയാൽ ഒത്തിരി സമാധാനം ജനം കൈമാറും. ഈ ചെറുപ്പത്തിലെ ദൈവം അവൾക്ക് കൊടുത്തൊരു വലിയ കൃപാവരം. അവൾ 3-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ച മകളാണ്. കർത്താവ് ശക്തിയോടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അവളോട് ചോദിച്ച് ഐഡിയ ചോദിക്കുന്ന, പ്രാർത്ഥന ചോദിക്കുന്ന ഒത്തിരി ജനങ്ങൾ ഇപ്പോഴിരിപ്പുണ്ട്. സന്തോഷമാണ്. അവൾ മകനാണെങ്കിൽ 8 വയസ്സേ ഉള്ളൂ. അദ്ദേഹമാണ് ഇപ്പോൾ നല്ലപോലെ ചർച്ചിൻ്റെ കീബോർഡിൽ അദ്ദേഹം വായിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ നോക്കി ചോദിക്കും, മോനെ ഈ ചെറുപ്പത്തിൽ എങ്ങനെയാണ്? ഇതെല്ലാം ഗാഡ് ഗ്രേസാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. വേറെ നമുക്കെന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം യേശുവിൻ്റെ ദാനം. സന്തോഷമാണ്. ഞങ്ങൾ 4 പേരും ഇപ്പോൾ ശുശ്രൂഷയിലാണ്. കുടുംബസമേത ശുശ്രൂഷയിലായിരിക്കുന്നത് സന്തോഷകരമായ ഒരു ആത്മീയ അനുഭവമാണ്. ലോകം മുഴുവൻ അങ്ങയുടെ ഈ അനുഭവങ്ങൾ ശ്രവിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? യഥാർത്ഥ മാനസാന്തരപ്പെടുക, വചനപ്രകാരം ജീവിക്കുക, പ്രവാചകന്മാരെ പിന്നാലെ പോകാതെ സ്വന്തമായി മുട്ടുമടക്കി ദൈവത്തോട് പറ്റുമെങ്കിൽ രാത്രി 11 മണി മുതൽ 3 മണി വരെ കരഞ്ഞ് യേശുവോട് പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിൽ വന്ന യേശു നിങ്ങളുടെ വീട്ടിൽ വരും, എല്ലാ നന്മയും ചെയ്തു തരും, ഒന്നിനും കുറവില്ല. അവരെ പിന്നാലെ പോയി ഇവരെ പിന്നാലെ പോയി പണ ഇടപാട് നടത്തി കടം വാങ്ങി കടം കൊടുത്ത് പോകരുത്. ഓൺലി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും, സാന്ദ്രതയോടെ ജീവിക്കും, ദൈവത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും, എല്ലാം ശരിയാണ്. പ്രിയപ്പെട്ട ജസ്റ്റിൻ പാസ്റ്ററിൻ്റെ ആത്മസുഹൃത്ത്, എൻ്റെ ആത്മസ്നേഹിതൻ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്ന അനുഗ്രഹീത കർത്തൃദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം അനേകർക്ക് ഇന്ന് ഒരാശ്വാസമാണ്. ദ്രവ്യാഗ്രഹമില്ലാതെ, പണത്തോട് ആർത്തിയില്ലാതെ, സുവിശേഷ വേലയിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന
രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രാർത്ഥനാരൂപിയാൽ നിറയട്ടെ. എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും 40, 50, 60 ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ദൈവദാസൻ്റെ ജീവിതാനുഭവം ഈ തലമുറയിലെ ദൈവദാസന്മാർക്ക് ഒരാവേശമാണ്, ഒരനുഗ്രഹമാണ്. കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും പറയും. ആന്തരിക സൗഖ്യം, മാനസികമായ വിടുതലുകൾ, കുടുംബത്തിലെ കടഭാരങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾ, അതുപോലെ തന്നെ കലുഷിതമായ അന്തരീക്ഷങ്ങളിൽ മനസ്സിന് തണുപ്പേകുന്ന ആശ്വാസം പകരുന്ന ഈ ദൈവഭർത്യൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതാനുഭവങ്ങൾ ആരെയും വിസ്മയിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. വിവിധ തരത്തിലുള്ള രോഗികൾ ഇവിടെ വരുന്നുണ്ട്. ആശുപത്രി കൈവിട്ടവർ, മെഡിക്കൽ കോളേജുകൾ കൈവിട്ടവർ, പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്ക് ആശ്വാസമാണ്, സന്തോഷമാണ്. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലുള്ള അത്ഭുതകരമായ സൗഖ്യം അവർ ആസ്വദിച്ചനുഭവിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. പലരും ഇദ്ദേഹത്തോടൊപ്പം ആരാധനയിലും പ്രാർത്ഥനയിലും മുട്ടുകുത്തുന്നു. ആഴ്ചതോറും ഉപവാസവും പ്രാർത്ഥനയും ഇവിടുത്തെ ഒരു അനുഭവമാണ്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക പിതാക്കന്മാർ ചെയ്തതുപോലെയുള്ള അത്ഭുതകരമായ ശുശ്രൂഷയുടെ ഒരനുഭവമാണ് പാസ്റ്റർ ജസ്റ്റിൻ ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത അനുഭവങ്ങൾ. നമുക്കും 1-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങി വരാം. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരുടെ ഒപ്പം വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഈ തലമുറയിലും അത് സംഭവിക്കും എന്ന് ഈ ദൈവദാസൻ്റെ ജീവിതാനുഭവവും ശുശ്രൂഷയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കും ഇതേപോലെ ശുശ്രൂഷാരംഗത്തെ വ്യത്യസ്തരാകാം. ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഇവിടുത്തെ അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ ഒന്ന് പ്രേക്ഷകർക്ക് അത്യാവശ്യത്തിന് ഫോണിലൂടെ പ്രാർത്ഥിക്കാൻ ഒന്ന് പങ്കിടാമോ? എൻ്റെ പേര് ജസ്റ്റിൻ ജോസഫ്, പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ്, പെരിങ്ങറക്ക് ഹൗസ്, മാക്കാങ്കുന്ന്, പത്തനംതിട്ട. ഞങ്ങളുടെ നമ്പർ 9645102121. ഒന്നുകൂടെ പറ. 9387948179. നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ദൈവദാസൻ്റെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കിടാം. നിങ്ങൾക്ക് വേണ്ടി ഫോണിലൂടെയും പ്രാർത്ഥിക്കും. അത്ഭുതങ്ങൾ ആ നിമിഷം സംഭവിക്കും. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാ ദിവസവും ഇവിടെ സൂം മീറ്റിംഗ് ഉണ്ട്. രാത്രി 9:15. അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം വിവരം. എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി 9:15 സൂം മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരിക്കും. ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ID നമ്പർ തന്നെ. ഈ നമ്പർ ആണോ? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ? ചെയ്താൽ മതി. ആ നമ്പർ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഞാൻ നമ്പർ ID ഇതിൽ തന്നേക്കാം. നമ്പരൊന്ന് പറഞ്ഞേ. ID നമ്പരൊന്ന് പറഞ്ഞാൽ അത് കാണുന്നത്. ഞാൻ ഇതിൽ കൂടെ പിൻ ചെയ്തോളാം. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ കുടുംബമായി ഉപയോഗിക്കട്ടെ. താങ്ക് യു.